വിഷമിച്ചിരിക്കുന്നത്? ബ്ലോക്ക് ഓഫീസിൽ കൊണ്ടുപോയി പശുവിനെ കുത്തിവെപ്പിക്കണോന്ന് അവള് പറഞ്ഞിരിക്കുക. ഈ പൊരുവെയിലത്ത് പുറത്തേക്ക് ഇറങ്ങണ കാര്യം പോലും ആലോചിക്കാൻ മേല. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഞങ്ങളാണെ ഒരു സൂത്രം കാണിക്കും. എന്തോന്നാ സൂത്രം? അമ്മച്ചി ഞങ്ങളെ കടയിലേക്ക് എങ്ങാനും പറഞ്ഞു വിടാൻ പോകുമ്പോ വയറുവേദനയാന്നും പറഞ്ഞ് നിലവിളിച്ചോണ്ട് കിടന്നു ഉരുളും. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് പകരം അമ്മച്ചി പപ്പായെ പറഞ്ഞയക്കും. ആ പരിപാടി കൊള്ളാം. ഇനി അതേ രക്ഷയുള്ളൂ. അല്ലാതെ എനിക്ക് വെയിലത്തെങ്ങും നടക്കാൻ മേല. ചേട്ടത്തി ചേട്ടത്തി, ചേട്ടൻ ഏതാണ്ട് വയറുവേദനയോ മറ്റോ ആണെന്നും പറഞ്ഞ് കിടന്നു പൊളയുന്നു. അയ്യോ എന്റെ മാതാവേ, അയ്യോ ഞാനിപ്പ ചത്തുപോവേ, എനിക്ക് വയ്യായേ. കർത്താവേ, എന്നാ പറ്റി? 2 മാസം മുമ്പ് ഇതുപോലൊരു വയറ്റുവേദന വന്നതാണല്ലോ. കർത്താവേ കാക്കണേ. അയ്യോ എന്റെ വയറ്, എന്റെ അയ്യോ വെട്ടിപ്പൊളിക്കണ പോലുള്ള വേദനയാടി എന്റെ അമ്മേ. അയ്യോ അയ്യോ അയ്യോ, അവിടെ ഒന്ന് കേടാ, വയറ്റിനൊന്ന് ചൂട് പിടിപ്പിച്ച് നോക്കാം. അയ്യോ അയ്യോ എന്റെ വയറ്, എന്റെ അയ്യോ എന്റെ ഭർത്താവ്. അയ്യോ ഏതായാലും ഇനി ബ്ലോക്ക് ഓഫീസിലൊന്നും പോകണ്ട. പശുവിനെയും കൊണ്ട് പോവാനേ ചാക്കോയെ ഏർപ്പാട് ചെയ്യാം. ഇനി വല്ല നേർച്ചയും കൊണ്ടേ ഈ വേദനയ്ക്ക് ഒരു ശമനം കിട്ടും. ഇപ്പൊ എങ്ങനുണ്ട്? കുറവുണ്ടോ? ഇപ്പം വേദന കുറഞ്ഞടി. ആന്നോ? ഈശോയെ, അപ്പൊ എന്റെ നേർച്ച ഫലിച്ചു കേട്ടോ. നേർച്ച കൊണ്ട് പ്രത്യക്ഷ ഗുണം കിട്ടിയില്ലേ? അത്ഭുതം തന്നെ. എന്തായിരുന്നു നേർച്ച? അർത്തുങ്ക പുണ്യാളച്ചന്റെ പടവും കൊണ്ട് നടന്ന് 101 വീട് തണ്ടി കിട്ടുന്ന വക അർത്തുങ്ക പെരുന്നാളിന് കൊടുത്തയക്കാമെന്ന് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട്. നാളെ കഴിഞ്ഞ് മറ്റന്നാളാ പെരുന്നാള്. അതുകൊണ്ട് ഇന്ന് തന്നെ 101 വീടുകളിൽ കയറി തെണ്ടണം. ഇന്നാ ചട്ടിയും പടവും, വേഗം ഇറങ്ങിക്കോ. അയ്യോ അയ്യേ, ഇനിയും കിടക്കുന്നടാ 76 വീടും കൂടെ. എനിക്കാണെ ഒരടി നടക്കാൻ മേലായേ. പട്ടണത്തിലേക്ക് പോയി നോക്കാം. അവിടുത്തെ 2 ഫ്ലാറ്റിൽ കയറുമ്പം 100 വീട് തികഞ്ഞോളും.